സൂപ്പർ അടിപൊളിയായി. നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. അതിനായിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമുക്ക് കട്ട് ചെയ്ത് കുറച്ചെടുക്കാം. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം. ഇതൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് കഴുകി എടുക്കാം. അപ്പോൾ വെള്ളരിക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്പം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേകാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചാൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ പിന്നീട് ഇടാം. വെള്ളം കുറച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇൻഡക്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കാം. നമ്മുടെ വെള്ളരിക്കയെല്ലാം നല്ല പാത്രത്തിന് വഴങ്ങി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നീങ്ങ ഓഫ് ചെയ്യും. നമുക്കൊരു പച്ചമുളക് അരിഞ്ഞെടുക്കാം. തേങ്ങ അരച്ചെടുക്കാനായിട്ടാണ്. അപ്പം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ധരയാനായിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല പരുവത്തിന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊടിച്ചെടുക്കാം. കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരല്പം കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈരല്ല. കടുകൊന്ന് വറുത്തെടുക്കാം. ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർത്ത്
അപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട്.